ഇത് ഒരു മാസം പോലും ആയിട്ടില്ല അല്ലേ? ഇത് ഒരു 1.5 മാസത്തെ വളർച്ച. അത്ര തന്നെ ഇപ്പോൾ ഈ ഒരു ലെങ്തിൽ നമുക്ക് വളർന്ന് കിട്ടിയിട്ടുണ്ട്. ഹലോ ഡിയർ ഫ്രണ്ട്സ്, എല്ലാ മാന്യ പ്രേക്ഷകർക്കും ട്രാവൽ ഡെസ്ക് എന്ന ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് ആലപ്പുഴ ജില്ലയിലുള്ള 11-ാം മൈൽ എന്ന് പറഞ്ഞ സ്ഥലത്താണ്. 11-ാം മൈലിൽ വടക്കേ മറ്റത്തിൽ ടൈൽസ് എന്ന് പറയുന്ന സ്ഥാപനം നടത്തിക്കൊണ്ട് പോകുന്ന രണ്ട് സഹോദരങ്ങളുടെ വീട്ടിലാണ് നമ്മൾ വന്നിരിക്കുന്നത്. ടൈലിൻ്റെ വിശേഷങ്ങൾ നമ്മൾ പങ്കുവയ്ക്കുകയല്ല. നമ്മളിവിടെ, അതായത് ലോക്ക്ഡൗൺ തുടങ്ങിയിട്ട് ഏകദേശം ഒരു 7-8 മാസത്തോളം ആകുന്നു. അപ്പോൾ ആ ലോക്ക്ഡൗൺ തുടങ്ങിയ സമയത്ത് സ്വാഭാവികമായിട്ട് ബിസിനസ് മേഖലയിലുണ്ടായ ചില പ്രശ്നങ്ങൾ, ചില പ്രതിസന്ധികൾ, അപ്പോൾ അതിനൊക്കെ തരണം ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഇവർ ശരിക്കും പറഞ്ഞാൽ തുടങ്ങി വെച്ച ഒരു കാര്യമാണ് ഈ ഹാങ്ങിങ് പ്ലാന്റ്സ്. നമ്മുടെ വീഡിയോയിൽ ഇപ്പോൾ ജസ്റ്റ് ബാക്കിൽ കാണുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള പ്ലാന്റുകൾ അവരിങ്ങനെ സെറ്റ് ചെയ്ത് തുടങ്ങി. ശരിക്കും പറഞ്ഞാൽ ലോക്ക്ഡൗൺ തുടങ്ങിയ സമയം മുതൽ ഇന്നത്തെ ദിവസം വരെയുള്ള ഡെവലപ്മെൻറ്റ്സാണ് നമ്മുടെ ഈ വീഡിയോയിൽ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. കാരണം അത്രത്തോളം അവരതിന് വേണ്ടിയിട്ട് എഫേർട്ട് എടുത്തു എന്നുള്ളതാണ്. കാരണം ഇത് നമുക്ക് എല്ലാവർക്കും ചെയ്യാവുന്നൊരു കാര്യം തന്നെയാണെങ്കിൽ അതിന് ചെയ്യാനുള്ളൊരു മനസ്സാണ് ആദ്യമായിട്ട് വേണ്ടത്. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പരിചയപ്പെടുന്നത് സനലേട്ടനെയും സജിച്ചേട്ടനെയുമാണ്, അതോടൊപ്പം അദ്ദേഹത്തിൻ്റെ കുടുംബാംഗങ്ങളെയുമാണ്. അപ്പോൾ സനലേട്ട, സജിച്ചേട്ട, നമ്മുടെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സനലേട്ട ശരിക്കും പറഞ്ഞാൽ നമ്മൾ പറഞ്ഞ പോലെ തന്നെ ലോക്ക്ഡൗൺ സമയത്താണ് ഇത് തുടങ്ങിയത് അല്ലേ? കാഴ്ചയിൽ തന്നെ നല്ല ഗ്രോത്ത് ഉണ്ട്, ചെടികൾക്കാണെങ്കിലും നല്ല ഗ്രോത്ത് ഉണ്ട്. കാരണം അപ്പോൾ അത്രത്തോളം അതിന് വേണ്ടിയിട്ട് നമ്മൾ എഫേർട്ട് എടുത്തു എന്നുള്ളതിൻ്റെ ഒരു തെളിവാണ്. അത് അപ്രീഷിയേറ്റ് ചെയ്യേണ്ട കാര്യം തന്നെയാണ്. അപ്പോൾ അതുപോലെ തന്നെ പിന്നെ സനലേട്ടനുണ്ട്. സനലേട്ടൻ്റെ വീട്ടിലും ഇതേപോലെ തന്നെ അല്ലേ? നിങ്ങൾ സഹോദരങ്ങളാണ്, ചേട്ടനാണല്ലേ? ചേട്ടനാണ്, ഇത് അനിയനാണ്. ഓക്കെ, ഇദ്ദേഹത്തിൻ്റെ വീട്ടിൽ ഇതേപോലെ പ്ലാന്റുകൾ ഉണ്ടാകും, നമുക്ക് കാണിച്ചു തരാം. അതേപോലെ തന്നെ ഇവരുടെ നല്ല സപ്പോർട്ടായിട്ട് കൂടെ ഉള്ളത് ഇവരുടെ ഭാര്യമാർ. ആ ചേച്ചിയുടെ പേരെന്താണ്? മഞ്ജു അല്ലേ? ആ മഞ്ജു ചേച്ചിയും സുലജ ചേച്ചി അല്ലേ? പിന്നെ 3 മക്കളുണ്ട് അല്ലേ? മക്കളുടെ പേരെന്ന് പറയാം അവിടെ. ദേവനാണിത്. ദേവിക. പിന്നെ ഒരാളുണ്ട്, അയാൾ ഇച്ചിരി ബിസിയില്ല. അപ്പോൾ ഇവരുടെ ഹാങ്ങിങ് പ്ലാന്റുകൾ സെറ്റ് ചെയ്തിരിക്കുന്ന സ്ഥലത്തേക്ക് നമ്മൾ പോവുകയാണ്. അപ്പോൾ കൂടുതൽ ഡീറ്റെയിൽസ് ആയിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് അവിടെ വെച്ച് ഷെയർ ചെയ്യാം. ഓക്കെ. ഇപ്പോൾ നമ്മുടെ കയ്യിൽ ഒരു 40ഓളം വെറൈറ്റികൾ ഉണ്ട്, ഹാങ്ങിങ് പ്ലാന്റ്സുകൾ 40ഓളം വെറൈറ്റികളുണ്ട്. ഇപ്പോൾ ചേട്ടൻ്റെ കയ്യിലുള്ളത് ഏത് വെറൈറ്റിയാണ്? എൻ്റെ പേരെന്ന് പറയാമോ? ഇത് ഏതാണ്? ടർട്ടിൽ വൈൻ അല്ലേ? ഓക്കെ. ഇത് ഒത്തിരി നല്ല പെട്ടെന്ന് ഗ്രോത്ത് ആകുന്നൊരു ഇതാണല്ലേ? ഇപ്പോൾ തന്നെ നല്ലൊരു ഇത്രയും ഗ്രോത്ത് ആയിട്ടുണ്ട്. ഒരു 1.5 മാസം വളർച്ചയാണുള്ളത് അല്ലേ? ഓക്കെ. ഇത് നമ്മുടെ 2 കയ്യിലിരിക്കുന്നത് ആ ഒരു ഐറ്റം തന്നെയാണ് അതല്ലേ? ഒരു മാസം പോലും ആയിട്ടില്ല അല്ലേ? ഇത് ഒരു 1.5 മാസത്തെ വളർച്ച. അത്ര തന്നെ ഇപ്പോൾ ഈ ഒരു ലെങ്തിൽ നമുക്ക് വളർന്ന് കിട്ടിയിട്ടുണ്ട്. അതിൽ ഇതിന് എന്ത് വളങ്ങളൊക്കെ ആയിരിക്കും നമ്മൾ കൊടുക്കുക? ഇത് നമ്മൾ കൊടുക്കുന്നത് എല്ലുപൊടി, ചാണകപ്പൊടി, പിന്നെ നമ്മുടെ മണ്ണ്, സാധാ മണ്ണ്, പൂഴിയല്ല, സാധാ മണലി. പൂഴിയാകുമ്പോൾ കൂടുതൽ തണുവ് നിൽക്കണതുകൊണ്ട് ചീഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. ഓക്കെ. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കണം. ഇതിന് ഒത്തിരി വെള്ളം നമുക്ക് ഒഴിച്ചു കൊടുക്കണം. ആഴ്ച ഒരു 3 ദിവസം ഒഴിച്ചാൽ മതി. ആഴ്ചയിൽ 3 പ്രാവശ്യം വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി അല്ലേ? സ്ഥിരമായിട്ട് വെള്ളം ഒഴിക്കേണ്ട കാര്യമില്ല. അതും അധികം വേണമെന്നില്ല അല്ലേ? ശരിക്കും ഒരു ചെറിയൊരു തണുവ് കിട്ടാവുന്ന രീതിയിലുള്ള. ഇത് മണി പ്ലാന്റ് ആണ്. ഇത് നമ്മൾ ഈ 3-4 ടൈപ്പ് വെറൈറ്റീസ് ഉണ്ട് നമ്മുടെ ഉണ്ടല്ലോ അല്ലേ? ഇത് അതേപോലെ വെള്ളത്തിന് വളരെ കുറച്ച് മതി അല്ലേ? ഇതിപ്പോൾ എത്ര ദിവസത്തെ വളർച്ചയായിരിക്കും? ഇച്ചിരി വളർച്ച കൂടുതലുള്ള ദിവസങ്ങൾ ഇരുന്നാൽ മാത്രമേ ഇത് ഉണ്ടാവുള്ളൂ. കുറച്ചധികം ദിവസം വേണം അല്ലേ? ഒരു 6 മാസത്തോളം പഴക്കമുണ്ട്. ഇപ്പം ഇത്രയും 6 മാസം ഇത് വളരെ താമസമുള്ള ഒരു പ്ലാന്റ് ആണ് അല്ലേ? മറ്റൊരു വേറൊരു ഐറ്റമാണ് ഇത് ബയോള ചെടിയാണ്. കാരണം ഇത് പല വെറൈറ്റി കളറുകളുണ്ട്. അതല്ലേ? ഇത് വയലറ്റ് അല്ലാതെ തന്നെ യെല്ലോ ഷെയ്ഡ് ഉണ്ട്, പല ഷെയ്ഡ് ഉണ്ട്, 3-4 ടൈപ്പ് ഉണ്ട്. ഇപ്പോൾ കുറവ് വെള്ളം മാത്രം മതി, കുറച്ച് വെള്ളം മതി അതല്ലേ? ഓക്കെ. കാരണം ഇത് ഇങ്ങനെ നല്ല തിക്കായിട്ട് വന്നു കഴിഞ്ഞാൽ നല്ല ഷോ ആണ് അല്ലേ? പെട്ടെന്ന് വളരുകയും ചെയ്യും അല്ലേ? ഇതിന്റെ ഫ്ലവർ എത്ര നല്ല ലൈഫുള്ളതാണ്? അതായത് എത്ര ദിവസം നിൽക്കും? അങ്ങനെ അത് വേറെ രീതിയിലുള്ള ചെടിയായിട്ട് കൂടുതൽ നിൽക്കത്തില്ല. എന്നാലും ഒത്തിരി ഫ്ലവറുകൾ പിടിക്കുന്ന ഒരു ഐറ്റമാണ് അല്ലേ? ഇഷ്ടംപോലെ ഫ്ലവർ പിടിക്കുന്ന ഒരു ഐറ്റമാണ് ഇത്. ബട്ടർഫ്ലൈ എന്ന് പറഞ്ഞ
ബട്ടർഫ്ലൈ അല്ലേ? ശരിക്കും ആ ഒരു ബട്ടർഫ്ലൈയുടെ അതേ അല്ലേ? എൻ്റെ ഇതളുകൾ ശരിക്കും പറഞ്ഞാൽ എൻ്റെ ഇലയാണല്ലേ? ഇലയാണ്. ഇതിൻ്റെ അകത്തൊരു കാ പോലെയുള്ള സംഭവമാണ് ഇതിൻ്റെ അകത്തുള്ള ഇത്. അതെ, അതാണ് കൂടുതൽ ഇതില് പെട്ടെന്ന് സംഭവം പിടിക്കുന്നത്. ഒത്തിരി ഇല ഉണ്ടാകുന്ന ഇഷ്ടം ഉണ്ടാവും. നമ്മളിപ്പോ നട്ടതായിട്ട് പുതിയൊരു ഐറ്റം ആണ് അല്ലേ? ചെയ്തത് മാത്രമല്ല. പിന്നെ ഒത്തിരി തിക്കായിട്ട് വളരുന്നുണ്ട്. അപ്പൊ കുറച്ചുകൂടെ നല്ല ഭംഗിയാണ്. അടുത്തടുത്തായ മുളച്ച് ഇഷ്ടം പോലെ. ഇതിപ്പം ഇത് ഒരെണ്ണയുള്ളായിരുന്നു. ഇപ്പൊ രണ്ടായി, ഇപ്പൊ ഒരാഴ്ച 2 കൊണ്ട് വന്നതാണ്. അതല്ലേ? അടുത്ത ഇങ്ങനെ ഒരു 10-20 ദിവസത്തിനുള്ളിൽ ഇത് കവർ ചെയ്ത് തുടക്കത്തിലെല്ലാം നമ്മൾ ഇങ്ങനെയാണ് തുടങ്ങിയത് അല്ലേ? ചെറിയ ചെറിയ തണ്ടുകൾ വെച്ചിട്ടാണ്, ഒരെണ്ണം വെച്ചാണ് നമ്മളിത് തുടങ്ങിയത്. ഓക്കെ. ഇങ്ങനെ ഓരോന്നെ നമ്മൾ ശേഖരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അല്ലേ? ഇത് കോമൺ ആയിട്ട് നമ്മൾ പലയിടത്തും കാണുന്ന ഒരു സാധനമാണ്. ഇതിന്റെ പേരെന്താ ശരിക്കും? ഇത് ക്രീപ്പിംഗ് ചാർലി എന്നുള്ളൊരു ചെടിയാണ് അല്ലേ? ഇത് ഞങ്ങളിവിടെ പിള്ളേരൊക്കെ പറയുന്നത് പുതിനയുടെ ഇലയുടെ ആ ഒരു ഇതാണ്. പെട്ടെന്ന് തന്നെ വളരുന്ന അല്ലേ ഒരു ഐറ്റം ആണ്. പെട്ടെന്ന് വാടത്തുമില്ല. മാത്രമല്ല ഹാങ് ചെയ്ത് കഴിഞ്ഞാൽ നല്ല പ്ലാസ്റ്റിക്കിന്റെ ഒരു അതേപോലെ ഫീൽ ചെയ്യും നമുക്ക്. അതെ. പിന്നെ ഇത് ഏത് ഐറ്റം ആണ് കേട്ടോ? നമ്മുടെ ബേബി റബ്ബർ പ്ലാന്റ് എന്നാണ്. ബേബി റബ്ബർ പ്ലാന്റ് അല്ലേ? ശരിക്കും ആ ഒരു റബ്ബറിന്റെ പോലെ അതുപോലെ ഇങ്ങനെ ഫീൽ ചെയ്യും നമുക്കല്ലേ? റബ്ബറിൻ്റെതായ ഒരു രീതിയിലാണ് അതിന്റെ ഒരു ഇലയൊക്കെ നിൽക്കുന്നത് അല്ലേ? ഒരു പ്ലാസ്റ്റിക് അല്ലെങ്കിൽ റബ്ബർ ലാസ്റ്റ് ചെയ്യുന്ന സംഭവമാണ്. ഒത്തിരി അതിൻ്റെ നല്ല കട്ടിയുണ്ട് അല്ലേ? നല്ല കട്ടിയുള്ള ഒരു ഇലയാണ് ഇതിനുള്ളത്. അതിന് പെട്ടെന്ന് വാടുക അങ്ങനെയുള്ള പ്രശ്നങ്ങൾ വരാനുള്ള സാധ്യത വളരെ കുറവാണ് അല്ലേ? അതുകൊണ്ട് തന്നെയാണ് ആ പേരും അതിനുള്ളത് അല്ലേ? ഇത് നമുക്ക് ഇവിടുന്ന് അത്യാവശ്യം തൈകളൊക്കെ ഉണ്ടോ കൊടുക്കാനായിട്ട്? ഉണ്ടോ? ഇതൊക്കെ നമ്മൾ തന്നെ സെറ്റ് ചെയ്തതാണോ? അതല്ലേ? ഇതൊക്കെ ആ സമയത്ത് നമ്മൾ വെറുതെ ഇരുന്ന ടൈമിന് സെറ്റ് ചെയ്തതാണ്. അതല്ലേ? ഇത് നമ്മള് മെറ്റൽ ചെറിയ ബേബി മെറ്റൽ ഫെവിക്വിക്കായിട്ട് ഒട്ടിച്ച് അങ്ങനെ വെച്ചിരിക്കും. പശ തേച്ചിട്ട് കംപ്ലീറ്റ് അതെ കല്ല് നമ്മൾ കുറച്ച് കല്ല് പൊത്തി സെറ്റ് അങ്ങനെ വെച്ചിരിക്കും. പിന്നെ ഇതിനകത്ത് മോട്ടറുണ്ട് അല്ലേ? മോട്ടർ വെച്ചിട്ട് ഇതൊരു പൈപ്പാണ് അല്ലേ? ഇത് മാജിക് ടാപ്പ് എന്നാണ് നമ്മൾ പറയുന്നത്. അതെ, ശരിക്കും ഇതിൽ നിന്നുള്ള വെള്ളം അതിലേക്ക് കയറി അതിലേക്ക് തിരിച്ച് ഇറങ്ങുന്ന ഇതാണ്. കാണുമ്പോൾ ഒരു മാജിക് എന്നുള്ള രീതിയിൽ ഫീൽ ചെയ്യും. അതെ, ഇത് സ്പാഗിരി എന്നാണ്. സ്പാഗിരി അല്ലേ? പിന്നെ നമ്മളിവിടുത്തെ നാട്ടിൽ പറയുന്ന കുറുക്കന്താലി എന്നുള്ളൊരു നാട്ടിലെ നാടൻ പേര് അതാണ് അല്ലേ? സ്പാഗ്രീൻ എന്നാണ് അതിന്റെ ഒരു ശരിക്കും ചെടിയുടെ ആ ഒരു പേര് അല്ലേ? ഇത് കുറെ നാള് സംഭവം ലാസ്റ്റ് ചെയ്യാണ്. ഇത് പെട്ടെന്നൊന്നും പോകത്തില്ല. അതല്ലേ? ഇതിപ്പോ നമ്മുടെ കയ്യിൽ ഇപ്പൊ ഒരു വർഷം മേളിലായിട്ടുണ്ട്. അതെ, ശരി. ഓക്കെ. വളർച്ച സ്ലോ ആണ്. തീരെ സ്ലോ ആണ്. ഇത് തട്ടിൽമൈൻ്റെ വേറൊരു ഐറ്റമാണ്. വേറൊരു വെറൈറ്റി ആണ് അല്ലേ? ഇതിപ്പോൾ എത്ര മാസത്തെ വളർച്ചയായിരിക്കും ഇതിനുള്ളത്? ഇതും ഒരു കൂടി വന്ന ഒരു 4 മാസത്തെ 4-5 മാസത്തെ എന്തെങ്കിലും വളർച്ചയുണ്ട്. ഇതിനെല്ലാം ഈ വളങ്ങൾ അല്ലെങ്കിൽ നമ്മൾ വളം മിക്സ് ചെയ്യുന്നതെല്ലാം ഒരേ രീതിയിൽ? ഒരേ രീതിയിൽ. ഇതൊരു വാണ്ടറിങ് ജോ എന്ന് പറഞ്ഞൊരു ചെടിയാണല്ലേ? 2 ഷെയ്ഡാണ്. ഡബിൾ ഷെയ്ഡുള്ള ഷെയ്ഡ്. ഇത് ഭയങ്കര തിക്കായിട്ട് വളരെ പെട്ടെന്നൊന്നും പോകത്തില്ല. ഓക്കെ. ഇതിപ്പോൾ എത്ര മാസത്തെ വളർച്ചയുള്ളതാണിത്? ഇതൊരു 4 മാസത്തെ വളർച്ചയുള്ള അല്ലേ? ഇത് നമ്മുടെ നാട്ടിൻപുറത്ത് കോമൺ ആയിട്ട് കാണുന്നൊരു ഇലച്ചെടിയാണ് അല്ലേ? ശരിയാണ്. ഇത് എല്ലായിടത്തും കിട്ടുന്ന സാധനങ്ങളാണ്. പക്ഷെ നമ്മളത് സെറ്റ് എങ്ങനെ സെറ്റ് ചെയ്യുന്നു അതിലാണ് ഭംഗി. ഇതെന്ന് പറയുന്നത് നമ്മുടെ ഒരു കലയുടെ പൊങ്കാല ഇടാൻ വേണ്ടി പൊങ്കാല അമ്പലത്തിൽ പോയപ്പോ വർഷങ്ങളായിട്ട് ഒരേ വർഷത്തിൽ ഇങ്ങനെ ഇട്ട കലങ്ങളാണ്. ആ കലത്തിൽ നമ്മളിങ്ങനെ പെയിന്റ് ഒക്കെ അടിച്ച് ചെറിയ പൊട്ടൊക്കെ കൊടുത്തിട്ട് നമ്മൾ സെറ്റ് ചെയ്തിരിക്കുന്നത്. എത്ര പൊങ്കാല ഇട്ടിട്ടുണ്ടെന്ന് കല എണ്ണി കഴിഞ്ഞാൽ കൃത്യമായിട്ട് അറിയാൻ പറ്റും അല്ലേ? അങ്ങനെ എടുത്ത കലാണ് പൊങ്കാലക്കലാണ്. അതെ, ഇതെല്ലാം നമ്മുടെ പൊങ്കാല കലങ്ങളാണല്ലേ? ഇത് നമ്മൾ ചെയ്തിരിക്കുന്ന തൊണ്ട്, തേങ്ങ തൊണ്ട് എടുത്തിട്ട് തൊണ്ടിന്റെ അകത്ത് നമ്മൾ ചെയ്തിരിക്കുന്നത്. അതിനകത്ത് നമ്മൾ വളങ്ങൾ സെറ്റ് ചെയ്തിട്ട് പുറത്ത് ചെടി നട്ട് സെറ്റ് ചെയ്തിരിക്കുന്നത്. അതെ, നമ്മളൊരു ഏതൊരു പ്ലാനിൽ നമ്മൾ സെറ്റ് ചെയ്യുന്ന ഒരു ഐഡിയ നമ്മുടെ ഏറ്റവും നമുക്ക് എന്ത് സാധനം വേണം നമുക്ക് നമ്മളുടെ ഒരു ഐഡിയ നമുക്ക് കൊണ്ടുവരാൻ പറ്റുമോ അതിനെ? ഇത് തന്നെ ഒരു മരം കൊമ്പേ നമ്മൾ
ചെയ്തിരിക്കുന്ന വെറുതെ സംഭവം നമ്മൾ കെട്ടി നമ്മളത് സെറ്റ് ചെയ്ത് ഇത് പുളിയുടെ കമ്പാണ്, പുളിക്കമ്പാണ്. ഇത് നമ്മുടെ ഈ പുളിങ്കമ്പലൊക്കെ ഉണ്ടാകുന്ന ചെറിയ ടൈപ്പിലെ പോലെ എന്താണ്. അപ്പൊ അതിനുവേണ്ടി നമ്മൾ അവർ വളരാൻ വേണ്ടി തന്നെ നമ്മൾ സെറ്റ് ചെയ്ത് കൊടുത്തിരിക്കും. ഇത് വലിയ ചെടിയൊന്നുമല്ല, ഇത് നമ്മുടെ നാട്ടിലൊക്കെ ഇഷ്ടം പോലെയുള്ള ഇതറിയാത്ത ആരും ഇല്ല. ഇത് പനിക്കൂർക്ക, അതൊരു ഔഷധ സസ്യമാണ് അല്ലേ? ഇത് എല്ലാ വീടുകളിലും ഉള്ള ആവി പിടിക്കാനും ഉപയോഗിക്കുന്ന ഒരു നല്ലൊരു സ്മെല്ലുമാണ് ഇതിൻ്റെ അല്ലേ. അപ്പൊ അത് ശരിക്കും പറഞ്ഞ വീട്ടില് അത്യാവശ്യം ഉള്ളത് നല്ല കാര്യം തന്നെ. കാരണം ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ ആവി പിടിക്കാനും അല്ലേ, ഈ ചെറിയൊരു ജലദോഷപ്പനിയൊക്കെ വന്നു കഴിഞ്ഞാൽ അഴുക്കൊന്നും പറ്റത്തില്ല. ഭംഗിയാണ്, മാത്രമല്ല അതൊരു ഭംഗിയുമാണ്. അപ്പോൾ സജിച്ചേട്ടൻ്റെ ഈ പ്ലാന്റുകൾക്കെല്ലാം സജിച്ചേട്ടന് എൻ്റെതായ ഒരു വളം ചെയ്തിട്ടുണ്ടല്ലോ. സാധാരണ എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യം തന്നെ ആയിരിക്കണം. എന്നാലും ഇപ്പം ഇത്രയും നല്ല രീതിയിൽ ഗ്രോത്ത്, അതായത് ഇത്രയും കുറഞ്ഞ ദിവസങ്ങൾക്കുള്ളിൽ നല്ല രീതിയിൽ അത് ഗ്രോത്ത് ആയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ വളം എങ്ങനെയാണ് സെറ്റ് ചെയ്യണമെന്ന് കാണിച്ചു തരാമോ? ഓക്കെ. വളം ചാണകപ്പൊടി, എല്ലുപൊടി, മണ്ണ്. ചാണകപ്പൊടിയുണ്ട്, എല്ലുപൊടി, മണ്ണ്, വേപ്പും പിണ്ണാക്ക്. ഇത് എല്ലാം കൂടി നമ്മൾ മിക്സ് ചെയ്യുന്നത്. ഓക്കെ. ഇത് എന്താണ് ഇത്രയും മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ എത്ര ചെടികൾക്ക് നമുക്ക് ഉപയോഗിക്കാനായിട്ട് പറ്റും? ഇതിപ്പോ നമ്മളിപ്പോ ഇത് കൂടുതൽ നമ്മൾ വെച്ചിരിക്കുന്ന സാധനം. അതെ. ഇത് കുറച്ച് നമുക്ക് എല്ലുപൊടിയൊക്കെ കുറച്ച് മതി സംഭവം. ഇതിന്റെ ഒരു പകുതി എല്ലുപൊടി കുറച്ച് മതി. മണ്ണാണ് നമുക്ക് കൂടുതൽ വേണ്ടത്. ചാണകപ്പൊടി കൂടുതൽ കുഴപ്പമൊന്നുമില്ല. വേപ്പും പിണ്ണാക്കും തീരെ കുറച്ച് മതി. അപ്പൊ ഇതിന്റെ അകത്ത് നമ്മൾ ഇത്രയും വളം മാറ്റുകയാണ്. ബാക്കിയുള്ള ഇനി കൂടുതലും മണ്ണാണ് നമ്മൾ. നമ്മളൊരു പ്ലാന്റ് സെറ്റ് ചെയ്യാനായിട്ട് ഇത് മറ്റേ വെർട്ടിക്കൽ ഗാർഡനൊക്കെ ചെയ്യുന്ന ഇതാണ്, പാത്രമാണ് അല്ലേ? അപ്പോൾ അതിനകത്ത് നമുക്ക് ഇത്രയും മണ്ണ് മതിയാവും അല്ലേ? എപ്പോഴും വളത്തിനേക്കാൾ കൂടുതൽ മണ്ണാണ്. നല്ല മണ്ണാണെങ്കിൽ തണുവ് നിൽക്കാനും ഏറ്റവും നല്ലതും അത് തന്നെയാണ്. നമ്മൾ ഏത് ചെടിയാണ് നടാൻ ഉദ്ദേശിക്കുന്നത് ആ ചെടി കട്ട് ചെയ്തിട്ട് കുറച്ച് മണ്ണ് മാറ്റിയിട്ട് നമ്മൾ അതിലേക്ക് നട്ടു കൊടുക്കും. തുടക്കത്തിൽ നമ്മൾ ഇതിൻ്റെ വളം ചെയ്യുമ്പോൾ നല്ല രീതിയിൽ ആദ്യം തന്നെ സെറ്റ് ചെയ്യണം. പിന്നീട് നമുക്ക് ഏറ്റവും ഒരു എന്താ പറയുക വളമാണ് നമ്മൾ അടിയിലുള്ള സെറ്റിങ്ങുകളിലാണ് ചെടിയുടെ ഏറ്റവും വലിയ കരുത്ത് കിട്ടുന്നത്. അതെ. നമ്മൾ അടി വളങ്ങൾ എന്ത് ചെയ്യും നമ്മൾ കറക്റ്റായിട്ട് കൊടുക്കുന്നു, അതിലാണ് സംഭവം. പിന്നെ നമുക്ക് ഇതിൻ്റെ ഒരു വളം ചെയ്യാൻ പാടില്ല, ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് നമുക്ക് ചെയ്യാൻ പറ്റില്ല. കാരണം എന്തെങ്കിലും ചാണകം, പച്ച ചാണകം എന്തെങ്കിലും കലക്കി ഒഴിക്കാനേ പറ്റുള്ളൂ. അടി വളം ഉണ്ടെങ്കിൽ നമ്മൾ വേറെ ഒന്നും കൊടുക്കേണ്ട കാര്യമില്ല. അപ്പോൾ നമ്മൾ ആദ്യം ആ ഒരു മണ്ണ് സെറ്റ് ചെയ്യുമ്പോൾ ക്ലിയർ ആയിട്ട് അടി വളമാണ് ഇതിന് ഏറ്റവും ബെസ്റ്റ് ആയിട്ട് വേണ്ടത്. അപ്പോൾ ആ കാര്യങ്ങൾ പ്രധാനമായിട്ട് ശ്രദ്ധിക്കുന്നത്. അപ്പോൾ പ്രിയ സുഹൃത്തുക്കളെ, ഇന്നത്തെ വീഡിയോയുടെ വിശേഷങ്ങളിലൂടെ അവസാനിക്കുകയാണ്. അപ്പോൾ ഇത്രയും നേരം നമ്മൾ കണ്ടുകൊണ്ടിരുന്നത് സജിച്ചേട്ടൻ്റെ ഹാങ്ങിങ് പ്ലാന്റ്സിൻ്റെ വിശേഷങ്ങളാണ്. നേരത്തെ പറഞ്ഞിരുന്നു, ലോക്ക്ഡൗൺ സമയത്ത് തുടങ്ങി വെച്ച ഒരു ചെറിയൊരു സംരംഭമാണ്. അപ്പോൾ നിങ്ങളെല്ലാവരുടെയും സപ്പോർട്ട് ഇദ്ദേഹത്തിനുണ്ടായിരിക്കണം. പിന്നെ മാത്രമല്ല, നമ്മളുടെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നതെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യാനായിട്ട് മറന്നു പോകരുത്. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും വിമർശനങ്ങളും ഒക്കെ നമ്മളെ കമൻറ്റ് ചെയ്ത് തീർച്ചയായിട്ടും അറിയിക്കണം. അപ്പോൾ ഇന്നത്തെ വീഡിയോയുടെ വിശേഷങ്ങൾ ഇവിടെ അവസാനിക്കുകയാണ്. അടുത്തൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു വെരി മച്ച്.